അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയട്ടെ, തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ സ്ത്രീ പീഡകരോട് യാതൊരു കോംപ്രമൈസും ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഈ സമരവുമായി നിങ്ങൾ ബന്ധിപ്പിക്കരുത്. ഞങ്ങൾ വെള്ളപൂശാനൊന്നും ആരെയും ശ്രമിച്ചിട്ടില്ല, ഞങ്ങളതിന് ശ്രമിക്കുകയില്ല. ഞങ്ങൾ അത്തരക്കാരെ ആളുകളെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അവരെ ശിക്ഷിക്കണമെന്ന് വളരെ ശക്തമായ വ്യക്തിപരമായി അഭിപ്രായമുള്ള ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം ഒരു പ്രതിയായി, ഒരു കുറ്റവാളിയായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഞങ്ങൾ ഈ സമരപ്പന്തലിൽ സമരം ആരംഭിച്ചത് മുതൽ ഇവിടേക്ക് വന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു. അത് പ്രതിപക്ഷ MLA-മാർ, MP-മാർ, കേന്ദ്ര സഹമന്ത്രിമാരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ ഇവിടെ വന്ന് പിന്തുണ അർപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂരിന്റെ MLA ആര്യാടൻ ഷൗക്കത്ത് അടക്കം സത്യപ്രതിജ്ഞ നേരിട്ട് ഞങ്ങളുടെ പന്തലിലേക്കാണ് വന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം ഒരു പ്രതിയായി, ഒരു കുറ്റവാളിയായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. രാഹുലിനോട് എല്ലാ MLA-മാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ഈ പന്തലിൽ വന്ന മുഴുവൻ MLA-മാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. അത് അദ്ദേഹം പ്രതിയാണെങ്കിൽ തെളിയിക്കേണ്ടുന്നത് ഇവിടുത്തെ നിയമ സംവിധാനം തെളിയിക്കണം. അദ്ദേഹത്തെ MLA സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടത് അവരാണ്. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് വന്നത്. ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വേതന വർധനവിന്റെ മെറിറ്റ് ഒരു കാരണവശാലും ഇല്ലാതാവില്ല എന്ന് മാത്രവുമല്ല, ഇവിടെ വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അവരാണ്. ഞങ്ങൾ സമര സംഘടനയല്ല അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത്. അത് വരുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല. അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയട്ടെ, തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ സ്ത്രീ പീഡകരോട് യാതൊരു കോംപ്രമൈസും ചെയ്യുന്ന ആളുകളല്ല. മറിച്ച് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം, നിയമസഭാ അംഗത്വവും നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവേശനമൊക്കെ വിലക്കേണ്ടത് അവരായിരുന്നു. അതൊന്നും വിലക്കാതിരിക്കുകയും അദ്ദേഹത്തിന് അവിടെയൊക്കെ പ്രവേശനം ഉണ്ടായിരിക്കുകയും അദ്ദേഹം സമരസ്ഥലത്ത് വരുമ്പോൾ അത് ഞങ്ങളുടെ എന്തുകൊണ്ടെന്ന് ഞങ്ങൾ അതിന് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടുന്ന സാഹചര്യമില്ല. ഒരുപാട് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് രാഹുൽ ആളുകൾ കൂടി നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഈ സമരവുമായി നിങ്ങൾ ബന്ധിപ്പിക്കരുത്. ഈ സമരവുമായി ദയവ് ചെയ്ത് നിങ്ങൾ ബന്ധിപ്പിക്കരുത്. ഈ സമരവുമായി ബന്ധമില്ല. ഇത് സമരമുഖത്ത് വന്ന, ഞാൻ പറഞ്ഞു, സമരമുഖത്ത് പിന്തുണയുമായി വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടുന്നത് അവരാണ്, അവരുടെ ഉത്തരവാദിത്തം. അത് ഞങ്ങളുടെ വിഷയമല്ല. ഇവിടെ വന്നു പോയ എത്ര ആളുകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ KK രമ MLA, PC വിശ്വനാഥ് MLA, ഇവിടെ വന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളെ ഞങ്ങളുടെ സമരസമിതിയിലെ വ്യത്യസ്തരായ ആളുകൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള, ഞാൻ പറഞ്ഞു, രാഹുലിന്റെ കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം നിയമസഭയ്ക്കകത്തുനിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കേണ്ട നിയമസഭയാണ്. ഞങ്ങൾ സമരസമിതിക്കകത്ത് എന്താണ് പങ്ക്? ഞങ്ങൾ വെള്ളപൂശാനൊന്നും ആരെയും ശ്രമിച്ചിട്ടില്ല, ഞങ്ങളതിന് ശ്രമിക്കുകയില്ല. ഞങ്ങൾ അത്തരക്കാരെ ആളുകളെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അവരെ ശിക്ഷിക്കണമെന്ന് വളരെ ശക്തമായ വ്യക്തിപരമായി അഭിപ്രായമുള്ള ഒരാളാണ്. ഇതൊരു സ്വതന്ത്ര സംഘടനയാണെന്നുള്ള കാര്യം കൂടി എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. ഈ സമരസമിതിക്കകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്രയും കാലം 266 ദിവസം മുന്നോട്ട് പോയത് ഇനിയും അങ്ങോട്ടും അങ്ങനെ മാത്രമേ കഴിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.